നൽകുന്ന വചനം വളരെ പ്രധാനപ്പെട്ട വചനത്തിലേക്കാണ് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുക. 2 തെസ്സലോനിക്യ 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെയും അവൻ്റെ സന്നിധിയിൽ നാം സമ്മേളിക്കുന്നതിനെ പറ്റി സഹോദരരെ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ ദിവസം വന്നു കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചലചിത്തരും അസ്വസ്ഥരും ആകരുത്. ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാകുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതായ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞത് ഓർക്കുന്നില്ലേ? സമയമാകുമ്പോൾ മാത്രം വെളിപ്പെടേണ്ടതിന് ഇപ്പോൾ അവനെ തടഞ്ഞു നിർത്തുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അരാജകത്വത്തിൻ്റെ അജ്ഞാതശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചു കൊണ്ടാണിരിക്കുന്നത്. അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴി മാറിയാൽ മതി, അവൻ പ്രത്യക്ഷപ്പെടും. കർത്താവായ യേശു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം വഴി അവനെ സംഹരിക്കുകയും അവൻ തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാപുരത്താൽ അവനെ നാമാവശേഷമാക്കുകയും ചെയ്യും. സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെയായിരിക്കും. അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. കർത്താവിൽ പ്രിയപ്പെട്ട മക്കളെ, വളരെയധികം ഇതൊരു വലിയൊരു വചനമാണ്. അതായത് ഈശോയുടെ ദ്വിതീയ ആഗമനത്തിൻ്റെ തൊട്ടു മുമ്പ് ലോകത്തിൽ വരുന്ന ചില അടയാളങ്ങളാണ്. ചില അടയാളങ്ങൾ ഒന്നത് പറയുന്നത് വിശ്വാസത്യാഗമുണ്ടാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യവിശ്വാസത്തിൽ നിന്ന് ചില ആളുകൾ മാറിപ്പോകും. പരിശുദ്ധ കുർബാനയിൽ നിന്ന്, വിശ്വാസത്തിൻ്റെ രഹസ്യത്തിൽ നിന്ന്, ബലിപീഠത്തിൽ നിന്ന്, ഈശോയുടെ തിരു സാന്നിധ്യത്തിൽ നിന്നൊക്കെ അകന്നു പോകുന്ന ഒരു ചില ആളുകൾ, എല്ലാവരും ഇല്ല, ചില ആളുകൾ അങ്ങനെ പോകുന്നൊരു സംഭവം, വിശ്വാസത്യാഗമുണ്ടാകും എന്നുള്ളതൊരു വലിയ. അതിനാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പഠിപ്പിക്കുന്നത്, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നു. അതുതന്നെ ലൂക്കാ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 17-18 പറയും, എൻ്റെ നാമം നിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും, എങ്കിലും നിങ്ങളുടെ തലമുടിയുടെ പോലും നശിച്ചു പോവുകയില്ല. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. അപ്പോൾ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും എന്നുള്ളൊരു വചനം. അപ്പോൾ ഇതൊരു സഹനമുണ്ടാകും. സത്യവിശ്വാസത്തിന് വേണ്ടി പോകുമ്പോൾ വലിയൊരു സഹനമുണ്ടാകും എന്നുള്ള കാര്യമാണ്. ആ ഒരു സഹനം വരുന്ന സമയത്ത് അനേകരെ വിശ്വാസം ഉപേക്ഷിച്ചു പോകും. ശരിയാണോ വിശ്വാസം? ശരിയാണോ വിശ്വാസം? പക്ഷേ അങ്ങനെ സംഭവം ഉണ്ടാകുമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. എവിടെയാണ് ഒരു വചനം കൂടെ പറയും, ലൂക്കാ സുവിശേഷം 21-16 പറയും, മാതാപിതാക്കൾ, സഹോദരർ, ബന്ധുമിത്രങ്ങൾ, സ്നേഹിതർ എന്നിവർ പോലെ നിങ്ങളെ ഒറ്റിക്കൊടുക്കും. അതായത് നിങ്ങൾക്കെതിരെ നിങ്ങളുടെ മാതാപിതാക്കൾ വരും, നിങ്ങളുടെ ജീവിത പങ്കാളി വരും, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വരും, നിങ്ങളുടെ കൂടെയുള്ളവർ വരും, എല്ലാവരും വരും. നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളുടെ സ്വന്തം ചോരയിൽ പിറന്നു പോലും നിങ്ങൾക്കെതിരെ വരും. നിങ്ങളുടെ സഹോദരങ്ങൾ വരും, അപ്പം വരും, അമ്മ വരും, ഭാര്യ വരും, ഭർത്താവ് വരും, മക്കൾ വരും എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അതിന്ന് മാറ്റാൻ വേണ്ടി, നിങ്ങൾ ഈശോയിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഒത്തിരിയേറെ ആളുകൾ വരുമെന്ന് ദൈവവചനം പറയുന്നുണ്ട്. അവർ നിങ്ങൾ ചിലരെ കൊല്ലുകയും ചെയ്യും,
നിങ്ങൾ ചിലരെ സ്വന്തം മാതാപിതാക്കൾ ഈ ഒരു കാരണത്തെ ചൊല്ലി നിങ്ങൾ യേശുവിനെ ദൈവവും കർത്താവുമായിട്ട് തിരുസഭയെ നിങ്ങൾ അത്യഗാധമായി സ്നേഹിക്കുന്നു കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾ കൊല്ലുമെന്ന് പോലും ദൈവവചനം എഴുതി വച്ചിരിക്കുക. രണ്ടാമത് ചേർത്ത് പറയും ലൂക്ക 21-ന്റെ 34, 35, 36 വചനം സംഭവിക്കുമെന്ന് പറയും. അതായത് സുഖലോലുപത, മധ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് നിബന്ധിക്കുകയും. കാരണം വെച്ചാൽ കുടിച്ചും മദ്യപിച്ചും അല്ലെങ്കിൽ സെക്സും ഇതിനകത്ത് ഇങ്ങനെ പെട്ടുകയാണ്. അപ്പോൾ ശരിയും തെറ്റി അറിയാം, അത് തന്നെ ഒരു ബന്ധനത്തിലാണ്. അങ്ങനെ ഒരു ബന്ധനം എല്ലാവരിലേക്കും വരെ. അപ്പോൾ ഇവന് ശരി അറിയത്തില്ല, ബോധം തെളിഞ്ഞിട്ടില്ല. അത് മനുഷ്യന് സുബോധം നഷ്ടപ്പെടുന്നൊരു സമയമുണ്ട്. അപ്പോൾ പറയണം, സംഭവിക്കാൻ പോകുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ച് ജാഗരൂകം, എപ്പോഴും പ്രാർത്ഥിച്ച് ജാഗ്രതയോടെ വിവേകത്തോടെ 10 കന്യകകളെ 5 കന്യകളെ വിവേകമുള്ള കന്യകകളെ പോലെ ജീവിച്ചെങ്കിൽ മാത്രമേ മണവാളനെ ഈശോ മിശിഹായെ എതിരേൽക്കുവാനായിട്ട് നിനക്ക് സാധിക്കുകയുള്ളൂ എന്ന് ദൈവവചനം പറയാണ്. മറ്റൊരു സംഭവം കൂടെ പറയുന്നുണ്ട്, യുഗാന്തിയുമായിട്ട് ചേർത്ത് പറയുന്നത്. ലൂക്കാസുവിശേഷം 21-ന്റെ 20-24 വരെയുള്ള വചനം പറയും, ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ നാശം അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ, പട്ടണത്തിലുള്ളവർ അവിടം വിട്ടുപോകട്ടെ, ഗ്രാമങ്ങളിലുള്ളവർ പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ. കാരണം എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിവസങ്ങളാണ് അവ. എല്ലാം പൂർത്തിയാകണോ, ഇതെല്ലാം സംഭവിക്കേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ലോകത്തുണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. അപ്പോൾ അത് സംഭവിച്ചവർ ദൈവം അറിയാവുന്ന സംഭവം. അപ്പോൾ ലോകത്തിൽ അങ്ങനെ ഒരു സമയം, ഒരു വലിയൊരു ഉഗ്രപീഡനത്തിൻ്റെ സംഭവങ്ങൾ നടക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. പറയാണ്, വീണ്ടും വചനം പറയുന്നു, കാരണം എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിന് ദിവസങ്ങളാണ് അവ. ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം. അന്ന് ഭൂമുഖത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിൻ്റെ മേൽ വലിയ ക്രോധവും നിബന്ധിക്കും. അവർ വാളിൻ്റെ വായ്ത്തലയേറ്റ് വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും. വിജാതീയരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ അവർ ജെറുസലേമിനെതിരെ ചവിട്ടി മെതിക്കും. അപ്പോൾ ഒരു പൈശാചിക പീഡനം ലോകത്തിൽ കടന്നു വരുമെന്ന് പറയുന്നുണ്ട്. പ്രപഞ്ചം മുഴുവൻ തന്നെ ഒരു പീഡനം, ഉഗ്രമായൊരു പീഡനം കയറും. ഇതെല്ലാം ഒരു വിശുദ്ധീകരണത്തിന് സമയമാണ്. എന്തിനാണ് ദൈവം ഇത് അനുവദിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈശോയിലേക്ക് വരാൻ. സാത്താൻ്റെ അവസാനത്തെ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ അവൻ അനേകരെ പിടിച്ച്, തിന്മയുടെ ശക്തി ഒരു യുദ്ധമുണ്ട്. ലോകത്തിൽ നടക്കുന്ന നമ്മൾ കാണുന്ന രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തെക്കാളും വലിയൊരു യുദ്ധമാണ് നന്മയും തിന്മയും തമ്മിൽ നടക്കുന്ന ഒരു യുദ്ധം. ഈ യുദ്ധത്തിൽ തിന്മ അതിൻ്റെ സകല രൂപഭാവങ്ങളോട് സടകുടഞ്ഞ് എഴുന്നേറ്റ് സിംഹത്തെ പോലെ ഇറങ്ങി വന്നിട്ട് അനേകരെ വിഴുങ്ങുന്നൊരു സംഭവമുണ്ട്. അതാണ് 1 പത്രോസിൻ്റെ 5, 7 മുതൽ 9 വരെയുള്ള. അത് അലറുന്ന സിംഹത്തെ പോലെ സാത്താൻ നിങ്ങളുടെ ചുറ്റും നടപ്പെടുന്നു പറയും. അപ്പോൾ ഇത് വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ദുരന്തങ്ങൾ, വേദനകൾ, പീഡനങ്ങൾ ഈ കാലഘട്ടം അല്ലെങ്കിൽ അന്ത്യകാലത്തിൻ്റെ അടുത്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ സമൂഹത്തിലും കുടുംബങ്ങളൊക്കെ ഒരു അരക്ഷിതാവസ്ഥ സംഭവിക്കും. വീണ്ടും ഒരു വചനം കൂടെ പറയും. കാരണം ലൂക്കാസ് സുവിശേഷത്തിൻ്റെ ഈ വചനം വായിച്ചിട്ട് നമുക്ക് പൗലോസ്ലീഹായുടെ വെളിപാടുകളിലേക്ക് നമുക്ക് പോകാം. അതായത് 21-ന്റെ വീണ്ടും ലൂക്ക 21-ന്റെ 25 മുതലുള്ള 33 വരെയുള്ള വചനമേ, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമം ഉളവാക്കും. സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്തപ്രജ്ഞരാകും. ആകാശ ശക്തികൾ ഇളകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കും. നിങ്ങൾ വെച്ചാൽ ഈശോയിൽ വിശ്വസിക്കുന്ന മക്കൾ. അപ്പം ഇങ്ങനെയുള്ള സഹനങ്ങളും പീഡകളും ദുരന്തങ്ങളും പ്രകൃതിയിലും സമൂഹത്തിലും അടയാളങ്ങളും പല വിധത്തിലുള്ള സൂപ്പർ നാച്ചുറലും നാച്ചുറലുമായിട്ടുള്ള കലാമിറ്റീസ് അല്ലെങ്കിൽ അടയാളങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ സത്യവിശ്വാസി ഈശോയോട്, തിരുസഭയോട്, കുദാശയോട് ചേർന്ന് നിൽക്കുന്ന മക്കൾ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം. എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. ലോകത്ത് നടക്കുന്ന ഈ അരക്ഷിതാവസ്ഥ, ഈ പ്രതിസന്ധികൾ, അൺസർട്ടനിറ്റി, ഈ പാൻഡമിക് ഇങ്ങനെയുള്ള വരുമ്പോൾ ലോകത്ത് ഇങ്ങനെ എല്ലാ കാലങ്ങളും ഉണ്ടായിട്ടുണ്ട്, കഴിഞ്ഞ തലമുറ. പക്ഷെ ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ വചനങ്ങളൊക്കെ കയറി വരണം, ഉള്ളിൽ വരണം. നമ്മുടെ വിമോചനത്തിൻ്റെ സമയം അടുത്തിരിക്കുന്നു. കർത്താവിനെ മുഖാഭിമുഖം സഭ മുഴുവനും കാണുന്ന ആ ഒരു സ്വർഗോന്മുഖമായി നീങ്ങുന്ന സഭ അതിൻ്റെ തീരത്തേക്ക് അടുക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകും.
2000 വർഷമായിട്ടുള്ള തിരുസഭയുടെ വിശ്വാസമാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള ലോകത്ത് നടക്കുമ്പോഴെല്ലാം നമുക്കൊരു വിമോചനമാണ്. നമുക്കിത് നാശമല്ല, നമുക്കിതൊരു അപകടമല്ലത്, നമുക്ക് ദുരന്തമല്ലത്. ഈ മരണങ്ങളോ ഈ അപകടങ്ങളോ നമുക്ക് വിശ്വാസിക്കുന്നൊരു ദുരന്തമല്ല. ഇത് പിന്നെ ആനന്ദമാണ്. കാരണം അവൻ വിമോചനം അടുക്കുകയാണ്. അവൻ്റെ കർത്താവിനെ കാണാൻ പോവുകയാണ്. അവന് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ പോവാണ്. ദൈവത്തിൻ്റെ ഇടപെടലുകൾ അനുഭവിക്കാൻ പോവാണ്. അതാണ് അവനുള്ള ആനന്ദം. അതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തലയുയർത്തിപ്പിടിക്കണം. അതും നമ്മുടെ രക്ഷയുടെ മാർഗമാണ് ഈ സഹനങ്ങൾ, ഈ ദുരിതങ്ങൾ, രോഗങ്ങൾ, കെടുതികൾ, കണ്ണുനീരുകൾ. ഈ സമയത്ത് ഒന്നും ചിന്തിക്കേണ്ട, ഇടം വലം നോക്കണ്ട. നിന്റെ വിശ്വാസത്തെ ആഴപ്പെടുത്തിക്കൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് നീ സത്യദൈവത്തെ ആരാധിക്കുക. വീണ്ടും വചനം പറയുക. ഈശോ പറയുക, അപ്പോൾ അവിടെ ഒരു വചനം കൊണ്ടുണ്ട്, അത്തിമരത്തെയും ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു, അത്തിമരത്തെയും മറ്റ് മരങ്ങളെ നോക്കുവിൻ, അവ തളർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. അതുപോലെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നു കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഉഗ്രമായ പീഡനങ്ങൾ, പ്രകൃതിയിലൂടെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, സമൂഹത്തിലുണ്ടാകുന്ന ഭിന്നതകൾ, അല്ലെങ്കിൽ കുടുംബങ്ങൾ വരുന്ന ഭയങ്കര പീഡനം, മനുഷ്യന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സംഭവങ്ങൾ ഒക്കെ വരുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നമ്മൾ ദൈവരാജ്യത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കണം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാം സംഭവിക്കുന്നവരെ ഈ തലമുറ കടന്നു പോകുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോകുകയില്ല. തലമുറ കടന്നു പോകും എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ജനറേഷനല്ല, ഒരു മനുഷ്യൻ, അതായത് ഈ ലോകം മുഴുവനും ഇതിലൂടെ കടന്നു പോകേണ്ടി വരും. പ്രത്യേകിച്ച് യുഗാന്ത്യത്തിൻ്റെ സന്തതികൾ മുഴുവൻ ഈ സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നുള്ള ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ആ വചനമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം നമ്മൾ. അപ്പോൾ അതാണ് ഇവിടെ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് ഓരോരുത്തർക്കും തരുന്ന വചനം. ഒരു വചനം കൂടി ചേർത്ത് പറയുകയാണെ, 2 തെസ്സലോനിക്ക 2 മുമ്പ് ഞാൻ പറഞ്ഞു വന്നിട്ട് തിരിച്ചു വരിക വായിച്ച വചനത്തിലേക്ക്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രത്യാഗമനത്തെയും അവൻ്റെ സന്നിധിയിൽ നാം സമ്മേളിക്കുന്നതിനെ പറ്റിയും സഹോദരരെ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കർത്താവിന് ദിവസം വന്നു കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളിൽ നിന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചലിതരും അസ്വസ്ഥരുമാകരുത്. ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്നാൽ ആ ദിവസത്തിനു മുമ്പ് വിശ്വാസത്യാഗമുണ്ടാകുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അവൻ ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നവ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തിൻ്റെ ആലയം കീഴടക്കി അതിൻ്റെ ഉള്ളിൽ കയറി അവൻ ഇരിക്കുന്നവരാണ്. അവനാണ് ദൈവമെന്നവൻ പ്രഖ്യാപിക്കുന്നൊരു വലിയൊരു അടയാളം ലോകത്തുണ്ടാകുമെന്ന് പരിശുദ്ധമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ കയറിയിട്ട് അവൻ പറയും, ഞാനാണ് യഥാർത്ഥത്തിലുള്ള ദൈവം, ഞാനാണ് യഥാർത്ഥം. അങ്ങനെയുള്ള ഒരു സംഭവം ലോകത്തിൽ നടക്കുമെന്ന് പറഞ്ഞു. അത് ഒരു അരൂപിയുടെ പ്രവർത്തനമാണ്. അപ്പോൾ സത്യദൈവത്തെക്കാൾ ഉപരി ലോകാരൂപി ഒരു സമയം അവന് അധികാരം എടുക്കുന്നൊരു സമയം, ഒരു സമയം അവൻ അത് അനുവദിക്കുന്നതെന്ന് പറയാം. ഒരു അനുവദി ദൈവം ഒരു സമയത്ത് കൊടുക്കും. അപ്പം അവിടെയാണ് അരാജകത്വത്തിൻ്റെ മനുഷ്യൻ, അരാജകത്വം, സ്പിരിറ്റ് ഓഫ് ഡിസേഷൻ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ, അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ഡിവിഷൻ, അങ്ങനെയുള്ള അസ്വസ്ഥതകളും പ്രശ്നങ്ങളും അരാജകത്വവും തകർച്ചയും മനുഷ്യൻ്റെ അല്ലങ്ങളും അപ്പോൾ നമുക്ക് കയറി വരികയാണ്. അപ്പോൾ അവൻ സത്യദൈവത്തെ എതിർക്കും എന്ന് പറഞ്ഞു. സത്യദൈവത്തെ എതിർക്കും. ലോകത്ത് നടക്കുന്ന വലിയൊരു അതാണ്, ഇതൊരു യുഗാന്തത്തിൻ്റെ അടയാളമായിട്ട് കാണുന്നത്. സത്യദൈവത്തെ എതിർക്കും, ഈശോമിശയെ എതിർക്കും, തിരുസഭയെ എതിർക്കും, വേറെ ഒന്നിനെ എതിർക്കില്ല. പരിശുദ്ധ കുർബാന ഞങ്ങൾക്ക് ഈ ബ്ലാക്ക് മാസുകളൊക്കെ ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ട സംഭവമാണ്. ഈശോയോട് ജീവിക്കുന്ന സാന്നിധ്യമാണ് പരിശുദ്ധ കുർബാന. ഈശോ തന്നെയാണത്. അതിനെ നശിപ്പിക്കാൻ വേണ്ടത്, അതിനെതിരെ അവിടെ കയറുവാന്. അപ്പോൾ അത് അവൻ്റെ ഒരു പ്രവണതയാണ്. അതിനകത്ത് കയറാൻ പറ്റുമോ എന്നൊന്ന് നോക്കുകയെ, അതെടുത്തുകൊണ്ട് പോകും. അത് ആ ഒരു അടയാളം. അപ്പോൾ സ്പിരിറ്റ് ഓഫ് ഡിസേഷൻ അതൊരു വൃത്തികെട്ട ഒരു അരൂപിയാണ്. അശുദ്ധിയുടെ അന്നാവത്, മ്ലേച്ഛതയുടെ അരൂപിയാണത്, പണത്തിൻ്റെ അരൂപിയാണത്, അഹങ്കാരത്തിൻ്റെ അരൂപിയാണ്. അവൻ ദൈവമായിട്ട് അവനെ തന്നെ അങ്ങ് വാടിക്കുക. ഒത്തിരി പേർ അതിൻ്റെ പുറകെ പോകുന്ന പറയുന്നത്. ഒത്തിരി പേർ അത്തരം അതിൻ്റെ ആളുകളെ, അത്തരം സ്പിരിറ്റുകളെ ആരാധിക്കുന്നു. കാരണം അതിനകത്ത് കിട്ടുന്നൊരു സുഖമുണ്ട്, നേട്ടമുണ്ട്, പണമുണ്ട്, പലതുമുണ്ട്. അപ്പം അതിൻ്റെ പിന്നാലെ പോകുന്ന വലിയൊരു ജനത തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങളും കേൾക്കുമ്പോൾ അത് ബൈബിളിലെ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അക്ഷരം പ്രതി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ഈ സമയത്ത് നീ ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ലോകത്തിൽ ഒന്നും നോക്കണ്ട.
നീ നിൻ്റെ ഹൃദയം ആരിലാണ് നീ വെച്ചിരിക്കുന്നത്, നീ തീക്ഷ്ണമായിട്ട് നീ ആഗ്രഹിച്ചെന്ന് ചിന്തിക്കുക. നിൻ്റെ ഹൃദയം ആരിലാണ്? പൗലോസ് പറഞ്ഞു 1 കൊരിന്ത്യർ 2:2 പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൂടിയായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അത് ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ഈശോ മാത്രം മതി എനിക്ക്, ഈശോയിനോട് കൊടുക്കും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു ഫിലിപ്പി 3:12 പറയുന്ന പോലെ, ഈശോ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, എൻ്റെ പിന്നിലുള്ളവ വിസ്മരിച്ച് മുന്നിലുള്ളവ ലക്ഷ്യമാക്കിയവൻ ഓടുന്നു. യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിനു വേണ്ടി ഞാൻ അഹോരാത്രം ഓടുകയാണെന്ന് പൗലോസ് പറയുക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അനുഭവമാണ് നിൻ്റെ ആത്മാവിലേക്ക് ഒഴുകി ഇറങ്ങേണ്ടത്. അപ്പോൾ ഇത് മനസ്സിലാക്കണം. അപ്പോൾ ലോകത്തിൽ ഞെരുക്കങ്ങൾ വരുമ്പോൾ സഭ ബലഹീനമായോണ്ടല്ല, സഭയിൽ ദൈവത്തിൻ്റെ വചനം നിറവേറുന്നു. ഇപ്പോൾ ഈ ഭൂമി നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അരൂപി അറിയാം പരിശുദ്ധ, ഇത് പെട്ടെന്ന് ഗ്രഹിക്കാൻ എളുപ്പമൊന്നുമല്ല, നമുക്കിതൊന്നും ഗ്രഹിക്കാൻ എളുപ്പമല്ല. പക്ഷേ അതാണ് ദൈവിക രഹസ്യം. അതുകൊണ്ട് മനുഷ്യൻ ബുദ്ധി കൊണ്ട് പഠിച്ച് തെറ്റിപ്പോവും. 1 കൊരിന്ത്യർ 1:18 പറഞ്ഞ പോലെ, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം, ദൈവവചനം പോഷത്വമാണ്. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് ദൈവവചനം പോഷത്വമാണ്, കുരിശിൻ്റെ വചനം പോഷത്വമാണ്. എന്നാൽ രക്ഷയിലൂടെ ചരിക്കും നമുക്കോ ദൈവത്തിൻ്റെ ശക്തി അത്രേ. എന്നിട്ട് പറയുകയാണ്, സമയമാകുമ്പോൾ മാത്രം വെളിപ്പെടേണ്ടതിന് ഇപ്പോൾ അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചു. അജ്ഞാത ശക്തി, അതായത് ഒരു ഇൻവിസിബിൾ സ്പിരിറ്റാണ്. ഇൻവിസിബിൾ, അജ്ഞാത ശക്തി, അത് അറിയാൻ പറ്റത്തില്ല. അത് പക്ഷെ അത് ഇപ്പോഴേ പ്രവർത്തിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ പൗലോസ്ലീഹ അപ്പസ്തോലൻ വളരെ വ്യക്തി ഇതിപ്പോഴേ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അതാണ് നമ്മൾ കാണുന്നത്, പലയിടത്തും കാണുന്നത് പല ഡിസോർഡറുകളും പല പ്രശ്നങ്ങളും പല കുടുംബം ഞാൻ കണ്ടിട്ടുണ്ട്. ചില കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഡെലിവറൻസ് പ്രയർ കൊടുക്കുമ്പോൾ പ്രാർത്ഥനയുടെ നിമിഷങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് കാണാറുണ്ട്. ഇത് ആളുകളിൽ നിന്ന് അകന്നു പോകുന്ന കാണാൻ പറ്റും. അത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. നിരന്തരമായ പ്രാർത്ഥന വേണം, നിരന്തരമായ ത്യാഗത്തിൻ്റെ പരിഹാരത്തിലൊക്കെ പ്രാർത്ഥിക്കണം. ജപമാലൊന്നും മുടങ്ങരുത്, പ്രാർത്ഥിക്കണം. എല്ലാവരും പരിശുദ്ധ കുർബാന, ആ കുർബാനയെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് സ്നേഹിക്കണം. ഇപ്പോൾ നമുക്ക് കുർബാനയ്ക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല, അതിന് വലിയ വേദനയില്ല ലോകം മുഴുവൻ പോകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കണം എത്രയും പെട്ടെന്ന് നമ്മുടെ ഇടവക ദേവാലയം, നമ്മുടെ സ്ഥലത്തേക്ക് പോകണം. നമുക്ക് അവിടെ കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ബലിപീഠത്തിന് അരികിലേക്ക് നമുക്ക് പോകണം. നമുക്ക് അവിടെ പോയി കർത്താവിനെ നമുക്ക് ആരാധിക്കണം, ബലിയിൽ പങ്കെടുക്കണം. മക്കളെ, ഇതൊക്കെയുള്ളൂ സത്യമായത്. ലോകം മായ എന്ന്, ലോകവും ലോകത്തിൻ്റെ സുഖങ്ങളും എല്ലാം മായകളാണ്. അതൊന്നും നിലനിൽക്കുന്നതല്ല, അതിനൊന്നും ലാസ്റ്റിങ്ങുള്ളല്ല, അതൊന്നും മെച്ചം നൽകുന്നില്ല. അതെല്ലാം നമ്മൾ നാശത്തിലേക്കും അപകടങ്ങളിലേക്കും അനർത്ഥങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്ന സംഭവം മാത്രം. അതൊന്നും കാര്യമൊന്നുമില്ല. ലോകത്തിനെ നമ്മൾ അമിതമായി സ്നേഹിക്കും. ലോകത്തിലുള്ള വസ്തുക്കളെയൊന്നും നിങ്ങൾ സ്നേഹിക്കരുത്. സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം നിങ്ങളുണ്ട്. അതാണ് 1 യോഹന്നാൻ 2:15-16-17 വചനം പറയും. ലോകത്തുള്ള വസ്തുക്കൾ, ആകാശവും ലോകവും ലോകത്തിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ദൈവഹിതം നിറവേറ്റുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുക. അപ്പോൾ ദൈവഹിതം നിറവേറ്റുന്ന ദൈവമകനായി ദൈവമകളായി നീ രൂപപ്പെടണം. അതിന് വലിയ കൃപ ലഭിക്കാൻ നീ ആഗ്രഹിക്കുക, നീ പ്രാർത്ഥിക്കുക, ഈശോയ്ക്ക് നന്ദി പറയുക. പരിശുദ്ധാത്മാവ് നിന്നെ നിറയട്ടെ. ഈ ആരാധന സമയത്ത് വലിയ അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും വലിയ സൗഖ്യങ്ങളും വലിയ അഭിഷേകങ്ങളും നിന്നെ സംഭവിക്കട്ടെ, ഇപ്പോഴും നയിക്കും. ആമേൻ.